ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensei. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, നിങ്ങൾ ചോദ്യം ചോദിക്കണം. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് 2-3 പോയിന്റ്സ് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ പോകും. നമ്പർ 1, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യും, കുഴപ്പമുണ്ടോ? No. ഓക്കെ, നിങ്ങളെ പേര് പറയണ്ട, നാട് പറയണ്ട, എവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. വിൽ കീപ് ഇറ്റ്, ആ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചോളൂ, ഒരു കുഴപ്പമില്ല, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്പർ 2, നിങ്ങൾ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആവരുത്, റിലീജിയസ് ക്വസ്റ്റ്യൻ ആവരുത്. നമ്പർ 3, ബിസിനസ് ക്വസ്റ്റ്യൻ ആവരുത്, കാരണം അതിന് ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന്, ഡെവലപ്മെൻറ്റിന്, ക്ലാരിറ്റിക്ക്, നിങ്ങളുടെ മാസ്റ്ററി, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം. വേറെ ആരുടെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആവരുത്. അത് ഓക്കെ ആണോ? Okay. റൈറ്റ്. എന്താണ് ഈ ഒരു 15 മിനിറ്റിൻ്റെ ഈ ഒരു കൺവേഴ്സേഷനിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സെൻറ്റൻസിൽ പറയാം? അതായത് എനിക്ക് ടെൻഷൻ വന്നിട്ട് പറയാൻ പറ്റണില്ല. അത് സാരില്ല, ടെൻഷൻ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാനൊരു വീട്ടമ്മയാണ്. അതല്ല ചോദിച്ചത്, എന്താ നേടേണ്ടതെന്ന് ചോദിച്ചത്. നേടേണ്ടത് ഒരു ക്ലാരിറ്റിയാണ്, എങ്ങനെ എൻ്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കാം എന്നുള്ള ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടാൻ. അത് ഒന്നും കൂടെ എനിക്ക് പറഞ്ഞു, എനിക്ക് ശരിക്കും മലയാളം മനസ്സിലായില്ല. ക്ലാരിറ്റി അബൌട്ട് എന്താണ്? അതായത് എനിക്ക് കുറെ കാര്യങ്ങൾ നേടണമെന്നുണ്ട്. അതിന് എനിക്കുള്ള ബാരിയേഴ്സ് മാറ്റണം. അതെനിക്കുള്ളതാണ്, അതിന്ന് എനിക്ക് മാറാൻ പറ്റൂല. പക്ഷെ അതൊന്നും എനിക്ക് ആവശ്യമില്ല, അതൊന്നും ആവശ്യമില്ല എനിക്ക്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനൊരു ക്ലാരിറ്റി കിട്ടണം, അതാണോ? യെസ്. നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ, അതിനൊരു ക്ലാരിറ്റി കിട്ടണം, അത് തന്നെയാണോ? ശരിയാണോ? ഞാൻ മനസ്സിലാക്കി ശരിയാണോ? ഓക്കെ, ബാരിയർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബാരിയറൊക്കെ നമുക്ക് മാറ്റിക്കൂടെ? അല്ല, മാറ്റിക്കൂടെ? നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ മാറ്റാൻ റെഡിയാണോ? എത്ര പേര് അംഗീകരിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും ബാരിയർ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന 100 മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. ആ 100 മെമ്പേഴ്സിന് ബാരിയർ, എനിക്ക് നിങ്ങളെക്കാളെല്ലാം വലിയ ബാരിയർ എൻ്റെ അടുത്തുമുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല, നമുക്കത് മാറ്റിക്കൂടെ, മറികടന്നുകൂടെ, അതാണ് ചോദ്യം. യെസ് ആണോ? ഓക്കെ, ഗ്രേറ്റ്. ഒരു വിശ്വാസമുണ്ട്, ഇന്നേറ്റ് ഒരു 15 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട്. ഞാനൊരു മതപണ്ഡിതനോ അതൊന്നും അല്ല കേട്ടോ, ഒരു മന്ത്രവാദി ഒന്നുമല്ല. ഞാൻ സാധാരണ നിങ്ങളെ പോലത്തെ ഒരു സുഹൃത്താന്ന് വിചാരിച്ച് സംസാരിക്കുക. ഇന്നേറ്റ് സംസാരിക്കുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ട്, അതുകൊണ്ടല്ലേ ഇവിടെ. ഓക്കെ, ഗ്രേറ്റ്. ആ വിശ്വാസം കേട്ടപ്പോ തന്നെ അല്ലെങ്കിൽ കേട്ടപ്പോ തന്നെ സ്വയമേ ഇങ്ങനെ മാറ്റം വരുന്നുണ്ട്. ഇങ്ങനെ സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. അത് കൊറേ നെഞ്ഞടിച്ചിട്ടാ ഞാനത് മ്യൂട്ട് ഓൺ ചെയ്തത്. നെഞ്ഞൊന്നും ഇടിക്കണ്ട, സമാധാനത്തിൽ എന്നെ സംസാരിച്ചോളൂ. ഓക്കെ, നമ്പർ 1, ഈ ക്ലാരിറ്റിക്ക് ആവശ്യം എന്താണ്? വൈ ഡു യു വാണ്ട് ടു ഹാവ് ക്ലാരിറ്റി ഇൻ യുവർ ലൈഫ്? അത് ചോദ്യം ഒരു വിഡ്ഢിത്തരമായിട്ടുള്ള ചോദ്യം, പക്ഷെ എനിക്ക് നിങ്ങളെന്ന് അറിയണം. വൈ ഡു യു വാണ്ട് ടു ഹാവ് ക്ലാരിറ്റി? ഈ ഒരു പേർപ്പസ് എന്താണ്? ക്ലാരിറ്റിക്കുള്ള പേർപ്പസ് എന്താണ്? വൈ? എനിക്ക് മനസ്സിലായില്ല സെൻസായി ചോദിച്ചത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിനൊരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞല്ലോ അല്ലേ? അച്ചീവ് ക്ലാരിറ്റി എന്തിനാ നിങ്ങൾക്ക് ക്ലാരിറ്റി ആവശ്യം? എന്തിനാന്ന് ചോദിച്ചു. അത് എൻ്റെ ലൈഫ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ, അതായത് എനിക്ക് നിർബന്ധമുള്ള കാര്യങ്ങൾ ചെയ്യും വേണം, അതിന്റെ കൂടെ എൻ്റെ സ്വപ്നങ്ങളും. അത് നിർബന്ധമുള്ള കാര്യം എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യാണ്. അപ്പൊ അതിന്റെ ശേഷം എനിക്ക് ഇത് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഹൗ ക്യാൻ ഐ റീഅറേഞ്ച് മൈ ഡേ ടു ഡേ ലൈഫ്? Beautiful. Number 2. Number 2,
നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറണം. എന്താ പറയാ, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ഉയരത്തിലെത്തണം എന്ന്. ഓക്കെ ഓക്കെ, ഇംപ്രൂവ്മെന്റ് അല്ലേ, ഇപ്പം ഡെവലപ്മെന്റ്. ഓക്കെ, അടുത്തത്. ഒരേ സമയം നല്ലൊരു അമ്മയും ഒരേ സമയം ചുറ്റുമുള്ളവർക്ക് ഉപകാരവും ആകണം എന്നുള്ള. ഓക്കെ, ഹെൽപ്പിംഗ് ഹാൻഡ്സ്. റൈറ്റ്. ആദ്യത്തെ സംഭവം വെച്ചാൽ നിങ്ങൾ പറഞ്ഞു റീ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു, അല്ലേ? ലൈഫ് റീ അറേഞ്ച് ചെയ്യണം. അത് കൂടാതെ അതിനെ നമ്മൾ ഓവർവെൽമിംഗ് എന്ന് പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ടൈം കിട്ടുന്നില്ല, ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഓവർവെൽമിങ്. അതായത് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്ന് അറിയാത്ത ഘട്ടം. നമ്പർ 2, നിങ്ങൾ പറഞ്ഞ് ഇംപ്രൂവ്, നിങ്ങൾ സെൽഫ് ഡെവലപ്മെന്റ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. നമ്പർ 3, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ മറ്റുള്ളവർ, അതേ സമയത്ത് മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ എനിക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ കോച്ചിങ്ങിൽ നിന്ന് മാറിയിട്ട് ഒരു കാര്യം പറയാം. നമ്മൾക്ക് എല്ലാവർക്കും ലൈഫ് വർക്ക് ബാലൻസ് എന്ന് കേട്ടിട്ടുണ്ട്. എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇന്ന് ടൈപ്പ് ചെയ്യാം. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയും. എത്ര പേര് കേട്ടിട്ടുണ്ട്? വെരി ഗുഡ്. ഞാൻ ഒരു കൺവെർസേഷനിൽ ഞാൻ റിയാസ് ഹക്കീമിൻ്റെ നിന്ന് ഞാൻ കേട്ട ഒരു സംഭവം, അത് പിന്നെ എനിക്ക് തോന്നി റിയാസ് പറഞ്ഞത് ശരിയാണെന്നുള്ളത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈഫ് വർക്ക് ബാലൻസ്, ഇറ്റ്സ് ഇൻറ്റിഗ്രേഷൻ ബിറ്റ്വീൻ ദ ടു. രണ്ടും ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പോവാം. അതാണ് ലൈഫ് ബാലൻസിങ് അല്ല, അത് രണ്ടും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പോവാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഫാമിലി ഉണ്ട്. എൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഫാമിലി, മേലെ വന്ന ബിസിനസ്, താഴെ പോയാൽ ഫാമിലി, മേലെ വന്ന ബിസിനസ്, അത്രേ ഉള്ളൂ. ഒരു സ്റ്റെപ്പിൻ്റെ വ്യത്യാസമുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലാവണ്ട? സോ നമുക്ക് എല്ലാവർക്കും തീരുമാനിക്കേണ്ടത്, ചിലർ എന്താ പറ്റുകയെന്നറിയോ, മേലെ ഓഫീസിൽ തന്നെ ഇരിക്കും, അവിടെ തന്നെ കിടന്നുറങ്ങും, അവിടെ തന്നെ ബ്രഷ് ചെയ്യും, അവിടെ തന്നെ കുളിക്കും, അവിടെ തന്നെ രാവിലെ തുടങ്ങും. അപ്പോൾ അവർക്ക് കണക്ഷൻ ഉണ്ടോ? അവർക്ക് വീട്ടിനായിട്ട് കണക്ഷൻ ഉണ്ടോ? യെസ് എന്നോ? എല്ലാവരും ടൈപ്പ് ചെയ്യാം. മേലെ തന്നെ. എൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത പോലെ ഒരു വ്യക്തി ഇവിടെ തന്നെ ഇരിക്കുക, ഇവിടെ തന്നെ കിടക്കുക, ഇതിനെ പറ്റി തന്നെ ചിന്തിക്കുക, ആലോചിക്കുക, അതിനെ പറ്റി തന്നെ കാര്യം, അതിനെ പറ്റി തന്നെ സന്തോഷം ചെയ്യുക, അതിൻ്റെ ടീമിനായിട്ട് മാത്രം സംസാരിക്കുക, താഴെ ഇറങ്ങുക. ജീവിതമാണോ അത്? ചിലരുണ്ട് താഴെ തന്നെ ആയിരിക്കും, താഴെ തന്നെ. എത്ര ഉന്തിയാലും എത്ര തള്ളിയാലും മേലോട്ട് പോകാൻ പറഞ്ഞാൽ മേലോട്ട് പോകാതെ അവിടെ തന്നെ കിടക്കുന്ന ആൾക്കാർ, അവിടെ തന്നെ കിടക്കുക, അവിടെ തന്നെ ഉറങ്ങുക, അവിടെ തന്നെ ബ്രഷ് ചെയ്യുക, അവിടെ തന്നെ വാച്ച് ചെയ്യുക, യൂട്യൂബ് എല്ലാം വാച്ച് ചെയ്യുക, അവിടെ തന്നെ കിടക്കുക. അതും ജീവിതമാണോ? ആൻസർ ഇസ് നോ. അൺടിൽ അതർവൈസ് ആ വ്യക്തി അവിടെ കിടന്നോട്ടെ, പക്ഷേ ഓട്ടോമാറ്റിക്കലി എവിടെയെങ്കിലും റവന്യൂ ഒക്കെ വരികയാണെങ്കിൽ ഓക്കെ. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? വ്യത്യസ്ത രീതിയിൽ റവന്യൂ വരികയാണെങ്കിൽ അവിടെ കിടക്കണ യാതൊരു കുഴപ്പമില്ല. ഒരു ഉദാഹരണം എടുക്കാം, ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് എടുക്കാം. അയാൾക്ക് ഒരു ജോലിയില്ല. എൻ്റെ ഫാദറിൻ്റെ എക്സാമ്പിൾ. എൻ്റെ ഫാദർ 88 വയസ്സുള്ള വ്യക്തിയാണ്. ഫാദർ ഇപ്പോൾ വീട്ടിലിരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഫാദറിന് എന്നും നല്ലൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ 2 മാസം സാലറിയോളം എൻ്റെ ഫാദറിന് അവിടെ കിട്ടുന്നുണ്ട്, ഇന്ന് പെൻഷനായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ആ സാഹചര്യമാണെങ്കിൽ കുഴപ്പമില്ല. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര പേർക്ക് അത് മനസ്സിലായി? നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കാം, പക്ഷേ വേറെ സ്ഥലത്ത് നിന്ന് ഇൻകം വരികയാണെങ്കിൽ സ്ട്രീംന്ന്, ഇതിന് മൾട്ടിപ്പിൾ സ്ട്രീം എന്ന് പറയാം, മൾട്ടിപ്പിൾ സ്ട്രീം ഓഫ് ഇൻകം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ഇൻകമായിട്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കണം കേട്ടോ. അത് അത്രമാത്രം നിങ്ങളുടെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനം വരികയാണെങ്കിൽ ദാറ്റ്സ് അബ്സൊല്യൂട്ട്ലി ഹാപ്പി. എല്ലാത്ത പക്ഷം ഇത് രണ്ടും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഞാൻ ടോപ്പിക്കിലേക്ക് വരട്ടെ. ഓക്കെ, the first one is rearrange, the second one is self-development, and the third one is family or helping other people. Okay, great. ഇപ്പം എവിടെയാണ്? ഇതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഇപ്പം നിങ്ങൾ എവിടെയാണ്? ഇപ്പം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി, മെൻ്റലി, സ്പിരിച്വലി, ഇമോഷൻ അല്ലാതെ നിങ്ങൾ ലൊക്കേഷനിലാണ് ചോദിച്ചത്. ഇപ്പം എവിടെയാണ്? അത് നിങ്ങളുടെ ആഗ്രഹം അല്ലേ? അറേഞ്ച് ചെയ്തിട്ടൊക്കെ മുമ്പോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹം. ഇപ്പം എവിടെ? അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ്? ഞാൻ ഒരു കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 10 എവിടെയാണ് നിങ്ങൾ? ഇറ്റ്സ് ഓക്കെ. എങ്ങോട്ട് പോകാൻ, എത്രയിലേക്ക് ചാടാൻ ആഗ്രഹിക്കുന്നത് 0 to 10? ഈ ഒരു 10 ആവണം. ഒരു 2 മാസത്തിൽ എവിടെ എത്തണം? 0 to 10 8. ആ 8 ശരിക്കും മനസ്സിൽ കാണാം. ആ 8 എത്തുമ്പോൾ നിങ്ങൾ ഇന്നത് 3 കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിപ്പം ചെയ്യണില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്,
ഇപ്പം ചെയ്യാത്തതും നിങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള 3 കാര്യം എന്താ? എങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു 3 മാസത്തിൽ 8-ലെത്തുള്ളൂ. 3 കാര്യം ചെയ്യാത്തതുമായിട്ടുള്ള കാര്യം, പക്ഷെ അത് ചെയ്തിരിക്കണം. എന്താണ് 3? ടൈം ഷെഡ്യൂൾ. ഓക്കെ, ടൈം സ്കെഡ്യൂൾ. ഓക്കെ, രണ്ടാമത്തത് രണ്ടാമത്തത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടി അറിവ് പ്രാക്ടീസ് നേടണം. അറിവാണോ പ്രാക്ടീസ് ആണോ? രണ്ടും വ്യത്യാസമുണ്ട്. പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് എന്ന് വെച്ചാൽ സ്കില്ലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലേ? യെസ്. ഓക്കെ, അതിൻ്റെ നോളജ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടോ? ഞാൻ സർട്ടിഫൈഡ് ആണ്, അതിലാണ് എനിക്ക് പ്രാക്ടീസ് വേണ്ടത്. ഓക്കെ, സർട്ടിഫൈഡ് എന്താണെന്ന് പറയേണ്ട ആവശ്യം ഞാൻ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സർട്ടിഫൈഡ് ആണ്. ആ സ്കില്ല് എത്ര മണിക്കൂർത്തെ സ്കില്ലാണ് അതിന് വേണ്ടത്? ഒരു പ്രൊഫഷൻ ആവണമെന്ന്. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ PPL എന്ന് പറയും, CPL എന്ന് പറയും. ആ ഇൻഡസ്ട്രി എന്നാണ് വരുന്നത്. PPL എന്ന് വെച്ചാൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്. ഒരു പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ ആൾ ഫ്ലൈ ചെയ്തിരിക്കണം. അതിൽ CPL എന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ഒരു കമേഴ്ഷ്യൽ പൈലറ്റ് ആണ് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളൊരു ഇതായി. ഒരു പ്രൊഫസർ ആവണമെങ്കിൽ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര വർഷം വർക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷന് എത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ എത്ര ദിവസം, അല്ലെങ്കിൽ എത്ര മാസം, അല്ലെങ്കിൽ എത്ര വർഷം വർക്ക് ചെയ്താൽ ശരിക്കും അതിലൊരു പ്രൊഫഷൻസി നേടാൻ പറ്റും? ചുരുങ്ങിയ എക്സ്പീരിയൻസ്. അതായത് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് സാറ്റിസ്ഫൈ ആകാനുള്ള പ്രാക്ടീസ് നേടിയാൽ മതി. എനിക്ക് അതിന് സമയം തീരുമാനിച്ചാൽ മതി. എത്ര നിങ്ങൾ തീരുമാനിക്കുന്നത്? ഡെയിലി ഒരു 2 hours എങ്കിലും. ഡെയിലി 2 hours ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ? പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മാസം കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പം എനിക്കുണ്ട്, ആര് വന്നാലും എനിക്ക് സംസാരിക്കാം എന്നുള്ള? ഒരു 3 months. 3 months. അപ്പം 180 hours വേണം. 150 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് കഴിവുണ്ട്. അങ്ങനെ ഞാൻ കണക്കൂട്ടി 30 ദിവസം 2 മണിക്കൂർ വെച്ച് 60 മണിക്കൂർ. രണ്ടാമത്തെ മാസം 60 മണിക്കൂർ, മൂന്നാമത്തെ മാസം 60 മണിക്കൂർ, ടോട്ടൽ 180 മണിക്കൂർ. ശരിയാണോ? യെസ്. ഇനി നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കട്ടോ. ചില കാര്യം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാം. ചില കാര്യം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വേറൊരാളും വേണം. നിങ്ങളെ കാര്യത്തിൽ ഒരാളും കൂടെ വേണം. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു ഡോക്ടറാണെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ, ഡോക്ടർ. ഞാൻ ദിവസം പോയിട്ട് അവിടെ 2 മണിക്കൂർ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഇരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ഡോക്ടറാവോ? അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് വന്നാലേ ഞാൻ നല്ല ഡോക്ടറാവോ? പേഷ്യൻ്റ് വന്നാലേ നല്ല ഡോക്ടറാവും. ശരിയല്ല, അപ്പോഴല്ലേ പ്രാക്ടീസ് നടക്കുള്ളൂ. 2 മണിക്കൂർ ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ പേഷ്യൻ്റ് വന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും സംസാരിക്കേണ്ടത്. ശരിയല്ലേ? നിങ്ങളെ കാര്യത്തിൽ നിങ്ങൾ എന്താണെന്നുള്ള ഇപ്പം പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോദിച്ചോളാം. അതിന് വേറെ ആരെങ്കിലും ആവശ്യമുണ്ടോ? എങ്കിൽ മാത്രമേ 2 മണിക്കൂർ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് തുടങ്ങുന്നത് അവിടുന്ന് 2 മണിക്കൂർ കൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. അതിന് പ്രാക്ടീസ് എന്ന് പറയുന്നത് ചോദിച്ചത്. അല്ല, എനിക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഗ്രേറ്റ്. ടൈം സ്കെഡ്യൂളിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ 3 കാര്യം പറഞ്ഞു. ഒന്ന് ടൈം സ്കെഡ്യൂൾ പറഞ്ഞു. നമ്പർ 2 നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, പ്രാക്ടീസ് പറഞ്ഞു. മൂന്നാമത്തെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു സർട്ടിഫൈഡ് ആണ്. എനിക്ക് ഒരു കാര്യം കൂടെ വേണം, മൂന്നാമത്തെ ഒരു കാര്യം കൂടെ വേണം. എന്താണ്? മൂന്നാമത്തത് എൻ്റെ പേഴ്സണാലിറ്റി ഒന്ന് ഡെവലപ്പ് ചെയ്യണം. പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലേ? ഓക്കെ, ആ പേഴ്സണൽ ഡെവലപ്മെന്റ് ഏത് ഏരിയ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഇതിനോട് കണക്റ്റഡ് ആണോ? ഇതിനോട് റിലേറ്റഡ് ആണോ? അപ്പിയറൻസ്. അപ്പിയറൻസ്. അതായത് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂമിംഗ് ആണോ? എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റബിൾ ആണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? റൈറ്റ്? മനസ്സിലാക്കുന്നത് കറക്റ്റ് ആണോ? ഓക്കെ, ഗ്രേറ്റ്. ഗോട്ട് ഇറ്റ്. ഈ 3 നിങ്ങൾ ടൈം സ്കെഡ്യൂൾ പറഞ്ഞു, രണ്ടാമത്തെ സ്കിൽ ഡെവലപ്മെന്റ് പറഞ്ഞു, മൂന്നാമത്തെ നിങ്ങൾ അപ്പിയറൻസ് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ? ഒന്ന്
തൊട്ട് കഴിഞ്ഞാൽ മറ്റേ രണ്ടിനും സപ്പോർട്ടാവില്ല. ഈ മൂന്നാമത്തെ ഏതൊരു കാര്യത്തിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മറ്റേത് രണ്ടും കുറച്ച് സെറ്റിൽ ആവും. വിച്ച് വൺ? നമ്പർ 1 is scheduling, number 2 First is your one. skill. Number 1, അതായത് ടൈം സ്കെഡ്യൂൾ. Is it right? Yes. Okay. Yes. ഇപ്പോൾ നിങ്ങളുടെ നേട്ടം എത്രയാണ്? 0 to 10, what is your achievement right now? What is it you're achieving? What is your achievement right now? I think 4. 4. And what is it you want to achieve within the next 3 months? 3 മാസത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് എത്ര? 0 to 10. 10. 10 out of 10. 3 months. അതിന് എങ്ങനെ ഇപ്പോഴത്തെ സ്കെഡ്യൂൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യണമെന്നുള്ള സ്കെഡ്യൂൾ എങ്ങനെ? അപ്പോൾ നമ്മൾ ആദ്യം അച്ചീവ് ചെയ്യുന്ന സ്കെഡ്യൂൾ നോക്കാം. ഓക്കെ, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കെഡ്യൂൾ ആണെങ്കിൽ എന്തായിരിക്കും? ഇപ്പോഴത്തെ സ്കെഡ്യൂളിന് വ്യത്യാസമായിട്ട് എന്താണ് 3 കാര്യങ്ങൾ ചെയ്യാം? നമ്മൾ ഇന്ന് സ്കെഡ്യൂളിനെ പറ്റി മാത്രം സംസാരിക്കുള്ളൂ കേട്ടോ. സ്കില്ലോ മറ്റൊരു സംസാരിക്കും, ഒരു ടോപ്പിക്ക് മാത്രമേ എടുക്കുള്ളൂ. പറയാം. അപ്പോൾ ആ സ്കെഡ്യൂളിങ് ചെയ്യാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഉറക്കം കുറയ്ക്കണം. എത്ര മണിക്കൂർ ഉറങ്ങാല്? കേട്ടില്ല കട്ടായി. ഉറക്കം കുറയ്ക്കാന്നല്ല പറഞ്ഞ, ഉറക്കം അറേഞ്ച് ചെയ്യണം. കേട്ടില്ല, ഇപ്പോഴും മനസ്സിലാവില്ല. ഹലോ, ഒന്നുകൂടെ പറയൂ. ഉറക്കത്തിന്റെ ടൈം അറേഞ്ച് ചെയ്യണം. അതായത് രാത്രി നേരത്തെ ഉറങ്ങണം, രാവിലെ നേരത്തെ ഉറങ്ങണം. ഓക്കെ, സ്ലീപ്പിംഗ് അറേഞ്ച് ചെയ്യണം അല്ലേ, റീ അറേഞ്ച് ചെയ്യാം. എത്ര മണിക്കൂർ ഉറക്കം വേണം നിങ്ങൾക്ക്? വ്യത്യസ്ത ആൾക്കാർക്ക് വ്യത്യസ്ത ഉറക്ക രീതിയാണ്. എൻ്റെ രീതി വ്യത്യാസം ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഉറങ്ങാൻ വേണ്ടത്? 7 hours. 7 hours. 7 hours ഉറങ്ങണമെങ്കിൽ എത്ര മണിക്കാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കേണ്ടത്? വാട്ട് ടൈം ഡു യു വാണ്ട് ടു വേക്ക് അപ്പ് എവറി സിംഗിൾ ഡേ? 3:30 എഴുന്നേൽക്കണം. 3:30 എഴുന്നേൽക്കണമെങ്കിൽ അതിന്നൊരു 7 മണിക്കൂർ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഉറങ്ങണം? 8:30. നിങ്ങൾ എത്ര മണിക്ക് എപ്പോൾ ഉറങ്ങാറ്? 10 മണി, 10:30. അവിടെ ഒരു വ്യത്യാസം വന്നില്ലേ? നിങ്ങൾ 10 മണിക്ക് ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ 10 + 7 മണിക്കൂർ അതിനോട് ചേർത്ത് കഴിഞ്ഞാൽ 17 hours ആയില്ലേ? റൈറ്റ്? 7 മണിക്കൂറും കൂടെ അതിന് ചേർത്ത് കഴിഞ്ഞാൽ ആ 10 മണി രാത്രിത്തെ 10 മണി + 7 മണിക്കൂർ അതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും 3 മണിക്ക് എണീക്കാൻ പോകുന്നില്ല അല്ലേ? അതിനേക്കാളും 2 മണിക്കൂർ ഇത് വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ. അപ്പം എന്ത് ചെയ്യും? ഇത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു 7 മണിക്കൂർ 8:30 നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് 3:30 നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നിങ്ങളെ പ്രൊഡക്ടിവിറ്റി കൂട്ടോ. നിങ്ങൾ എവിടെയാണ് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അത് 10 out of 10 3 മാസത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അതിനെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാതെ? 3 ആൻസർ തരാം എനിക്ക്. ഹൗ കൻ ഇറ്റ് ഹെൽപ്പ് യു ഇഫ് യു വേക്ക് അപ്പ് ഏർലി? അത് എനിക്ക് രാവിലെ 1 hour എനിക്ക് എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് കിട്ടുകയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് വിജയിച്ചതാണ്, പക്ഷെ പിന്നെ എനിക്കത് നഷ്ടപ്പെട്ടു പോവാണ്. ആ അച്ചടക്കം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. അതായത് 1 ലക്ഷം വെച്ചു, അത് കിട്ടി കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ഒരു അലസത വന്നു. പിന്നെ കുറെ നാൾ അങ്ങനെ പോയി. പിന്നെ ഇപ്പം വീണ്ടും ചെയ്യണം എന്ന ആഗ്രഹം വന്നത് ഇപ്പോഴാണ്. എന്തെങ്കിലും ചെയ്യണം. അത് സാറ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ പോയാലും ഒരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ഇതിന് നമ്മൾ ഗോൾ സെറ്റിങ്ങും ഗ്രോത്ത് സെറ്റിംഗ് എന്ന് പറയും. ഞാൻ ഒരിക്കലും ഗോൾ സെറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഈ ഗോൾ സെറ്റിംഗ് പഠിപ്പിച്ചു കൊടുത്താലുള്ള ദോഷമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഗോള് അച്ചീവ് ചെയ്യും, പിന്നെ അത് മറന്നു പോകും. പക്ഷേ ഗ്രോത്ത് ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഗ്രോ ചെയ്തിരിക്കും. എത്ര പേര് അംഗീകരിക്കേണ്ട അതിന് ടൈപ്പ് ചെയ്യാം. ഗ്രോത്ത് സെറ്റിംഗ് ആണ്. അതായത് നമ്മൾ ജീവിതം വരെ എൻഡ് വരെ നമ്മൾ ഗ്രോ ചെയ്ത് പോകാന്നുള്ള ഗോളല്ല. ഗോൾ അതിൻ്റെ ഓരോ ഭാഗമാണ്. എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടോ, സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ബട്ട് ഇറ്റ് ഈസ് എ ജേർണി എന്ന് പറഞ്ഞ പോലെ തന്നെ ഗോൾ ഇസ് ജസ്റ്റ് എ ജേർണി. ഇത് എല്ലാവരും ഗോൾ എന്ന് പറഞ്ഞാൽ എൻഡാക്കി മാറ്റി ചെയ്യുന്നത്. അവിടെയാണ് ഈ തെറ്റുകളൊക്കെ വരുന്നത്. Goal is not a destination. I want everyone to write down. Goal is not a destination. Goal is a journey.
ഗോൾ എന്ന് വെച്ചാൽ ജേർണിയാണ്. ഒരു യാത്രയിൽ കുറേ സ്റ്റേഷനൊക്കെ നമ്മൾ കടന്നു പോയില്ല ട്രെയിനിൽ, അതേപോലത്തെ ഓരോ സ്റ്റേഷനാണ് ഈ ഗോള്. പക്ഷേ യാത്ര തുടർന്നേ പോകണം, അതിനാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഗ്രോത്ത് എന്ന് ടൈപ്പ് ചെയ്യുക, എല്ലാവരും ഗ്രോത്ത് എന്ന് ടൈപ്പ് ചെയ്യുക. ഗ്രോത്ത് എന്ന് വെച്ചാൽ ജീവിതം എങ്ങനെ പോകണതാണ് ഗ്രോത്ത്. അതിൽ ഒരുപാട് സ്റ്റേഷനുകൾ, ഓരോന്ന് ചിലപ്പോൾ നമ്മൾ വിവാഹമായിരിക്കാം, ചിലപ്പോൾ കുട്ടികളായിരിക്കാം, കുട്ടികളെ സ്കൂളിലാക്കാനായിരിക്കാം, നമ്മൾ പ്രൊമോഷൻ, അതൊക്കെ ഓരോ സ്റ്റേഷനായിട്ട് കണക്കാക്കുക. പക്ഷേ ജീവിതം മുമ്പോട്ട് പോകണം. Am I right? Yes. Do you agree to that? അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് പറയാം, വാട്ട് ഈസ് ദാറ്റ് യു കെൻ ഡു. നിങ്ങൾ ഉണ്ടായിരുന്നു, ചേഞ്ച് ചെയ്തു, ജീവിതം ചേഞ്ച് ചെയ്തു, പിന്നെ വീണ്ടും തിരിച്ച് സീറോയിലേക്ക് വന്നു. വാട്ട് ക്യാൻ യു ഡു ആൻഡ് വൈ ഷുഡ് യു ഡു ദാറ്റ്? എന്താ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുക ഈ പ്രാവശ്യം? എന്തിനാണ് അത് ഡിഫറെൻ്റ് ആയി ചെയ്യണമെന്ന് പറയണം. വൈ ഉണ്ടാവണം, ഒരു ഫാക്ടർ ഉണ്ടാവണം. അത് ഈ ഗ്രോത്ത്, സാറ് പറഞ്ഞ പോലെ ഗ്രോത്ത് ആ മൈൻഡ് സെറ്റ് ആവണം. അതിന് നമ്മുടെ ചുറ്റുമുള്ളവരും കുറച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരെ ആ കൂട്ടത്തിൽ കൂടണം. അപ്പോഴേ നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രോപ്പ് ആയി പോകും. കാരണം നമ്മളൊരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്. അപ്പോ നമുക്കത് ഡ്രോപ്പ് ആവാൻ എളുപ്പമുണ്ട്, നമ്മൾ ഒരു ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം അങ്ങനെ ഹൈ ആയിട്ട് അച്ചീവ് ചെയ്യണേ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ ആൾക്കാരെ കൂടെ ഇരുന്നാൽ അതിനൊരു സൊല്യൂഷൻ. ഫസ്റ്റ് സൊല്യൂഷൻ അതായിരിക്കും അല്ലേ? ഓക്കെ. അങ്ങനത്തെ ഗ്രൂപ്പ്, ടീം, അങ്ങനത്തെ ടീം ഉണ്ടോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ? അങ്ങനത്തെ ഉണ്ട്. ഒക്കെ ഈ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് സമയം മുഴുവൻ അടുക്കളയിൽ ചെലവാക്കേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, ഞാൻ വീണ്ടും നിങ്ങളെ ക്വസ്റ്റിലേക്ക് പോകണം. അതായത് നിങ്ങൾ പറഞ്ഞ് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പേഴ്സണൽ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടാവും, 3:30 എണീറ്റ് കഴിഞ്ഞാൽ, ശരിയല്ലേ? യെസ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പീപ്പിളിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് കറക്റ്റ്? യെസ്. അതിൻ്റെ 3 സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3:30 എണീക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള 3 സ്റ്റെപ്പ് എന്തൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും ആ ദിവസം. അതായത് 3 മാസം കൊണ്ട് 10 out of 10 നിങ്ങൾക്ക് നേടാൻ പറ്റണം. പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കണം, എല്ലാം ഉണ്ടായിരിക്കണം. 3 കാര്യങ്ങൾ പറയാം, ഇതുവരെ ചെയ്യാത്ത 3 കാര്യങ്ങൾ പറയാം. അലാറം സ്നൂസ് ചെയ്യാതിരിക്കുക. ഓ, അതിന്റെ എക്സ്പെർട്ട് ആണോ നിങ്ങൾ? യെസ്. സ്നൂസ് ചെയ്യണം, എല്ലാവർക്കും മനസ്സിലായി. സ്നൂസ് ചെയ്യാന്ന് വെച്ചാൽ അലാം അടിക്കും, അതൊന്ന് പ്രസ് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഏതോ അലാം അടിക്കും, സ്നൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അലാം എവിടെയാണ് വെക്കുന്നത്? അലാം അടുത്ത് തന്നെ വെക്കും. അടുത്ത് വെക്കുമ്പോഴല്ലേ ഇത് ഈ സംഭവം നടക്കുന്നത്? പക്ഷെ ചില സമയത്ത് അലാം ഒരു താരാട്ട് പോലെ തോന്നും, കേൾക്കുക പോലുമില്ല. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അലാം കേൾക്കാത്ത വ്യക്തികൾ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്ത് നിങ്ങൾ. അലാം കേൾക്കാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു നിവൃത്തിയില്ല എനിക്ക്. അത് ഉറക്കം അത് മുഴുവൻ കിട്ടാത്തോണ്ടാണ്. ഞാനൊരു 7 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ, എനിക്ക് ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഞാൻ അലാം കേൾക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 2 സംഭവമുണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്, നിങ്ങൾ ഉറക്കത്തിന് ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്മെന്റിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 500 ആൾക്കാർക്ക് ഒരുമിച്ചിട്ട് കാലിക്കറ്റ് സെഷൻ നടത്തി. ഭക്ഷണം കഴിച്ചില്ല ഇന്നലെ ഉച്ചക്ക്. ഞാൻ എല്ലാവരും ഭക്ഷണം കഴിക്കണ്ടോ എന്ന് നോക്കി, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് അവർ ഭക്ഷണം, അതും 5 സ്റ്റാർ ലെവലിലെ ഫുഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എയർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേറ്ററിംഗ് കമ്പനി, ആരാണ് മലപ്പുറം കാലിക്കറ്റ് ജില്ലയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കേറ്ററിംഗ് കമ്പനിയാണ്. ദ ടോപ്പ് ഓഫ് ദ ടോപ്പ് എന്ന് വേണം പറയാം. അവരുടെ ഭക്ഷണം കൊടുത്തു. അതുപോലെ എനിക്ക് ഒരു അരിമണി പോലും എനിക്ക് വായിൽ വെക്കാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഐ വാസ് സീയിങ് വിത്ത് എൻ്റെ ക്ലയൻറ്റ് കസ്റ്റമേഴ്സ്, അവർ ഹാപ്പിയാണല്ല. കാരണം അവിടെ അത് സൂപ്പർ ഫുഡായിരുന്നു. അത് ആരാ എഴുതിയിട്ടുള്ളത്? അത് ഫരീസ എൻ്റെ തിരൂർ ഇസ്മായിലൊക്കെ പറഞ്ഞതാണ്. ഇറ്റ് സൂപ്പർ. പക്ഷേ ഞാൻ കഴിച്ചില്ല. എനിക്കെൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അവിടെ വരുന്ന ഓരോ വ്യക്തികളും കഴിച്ചിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരം ഇത് ഈ ഫങ്ഷൻ തീർന്നിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കണം ഏകദേശം 11 മണിയായിക്കണം. 11 മണിയായിക്കണം. ഞാൻ 11 മണിക്ക് കിടന്നു. 3:45 ഞാൻ എണീറ്റു. ഇന്ന് രാവിലെ ഇതാ നിങ്ങളൊപ്പം ഇവിടെ ഇരിക്കണം. ഞാൻ എത്ര മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത്? ഞാൻ ആകെ കൂടെ ഒരു 2-3 മണിക്കൂർ മാക്സിമം ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് വളരെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിങ്ങളൊപ്പം ഇരിക്കുമ്പോൾ ഉള്ള കാരണം എന്താണെന്ന് അറിയണം. എനിക്ക് ഉറക്കത്തിനേക്കാളും വലുത് നിങ്ങളായിട്ട് സംസാരിക്കാനായിരുന്നു. എത്ര പേര് അംഗീകരിക്കണ്ടേ? ഉറക്കത്തിനേക്കാളും വലുത് എനിക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ. ഞാൻ 1 മണിക്കൂർ എക്സ്ട്രീം തന്നിന്ന്. സാധാരണ 1 മണിക്കൂർ എടുക്കണം, ഞാൻ 1 മണിക്കൂർ എക്സ്ട്രീം തന്നു. അപ്പോൾ നോക്കുക,
ബിക്കോസ് ഐ ലവ് വാട്ട് ഐ ഡു. അതേ സമയത്ത് എനിക്ക് ഉറക്കം വളരെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നു? നോ. നമ്മളെ ജീവിതത്തിൽ എന്തിനാണോ വാല്യൂ കൽപ്പിക്കുന്നത് ആ ഭാഗത്തേക്ക് നമ്മളെ എനർജി പോവുള്ളൂ. ഏത് ഭാഗത്തേക്കാണ് നമ്മളെ എനർജി പോകുന്നത് അവിടെ മാത്രമേ ആക്ഷൻ നടക്കുള്ളൂ. ഏത് ഭാഗത്താണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നത് അവിടെ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. എത്ര പേര് അംഗീകരിക്കണ്ടേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ആ സ്നൂസ് ബട്ടന് കേൾക്കണില്ല എന്ന് വിചാരിച്ചോളൂ, അലാം കേൾക്കില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ ലക്ഷ്യമില്ല എന്നുള്ള. യു ഹാവ് നോ ഗോൾ ഓർ സ്പെസിഫിക് ഗോൾ ഓർ ക്ലിയർ ഗോൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡേ. അതുകൊണ്ടാണ് നിങ്ങളത് കേൾക്കാത്തത്. എത്ര പേര് അംഗീകരിക്കേണ്ടത്? ഞാൻ എന്നെ വലുതാക്കി പറയുമോ നിങ്ങൾ ചെറുതാക്കി പറയുമോ ഒന്നല്ല ചെയ്യണത് ഇവിടെ. അതല്ല ഞാൻ ചെയ്യണത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏതാ വലുത്? You tell me what is big for you, what is great for you, what is valuable for you. ഉറക്കമല്ല, തീർച്ചയായും എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് വലുത്. ആണെങ്കിൽ നിങ്ങൾ അത് എന്താണ് പിറ്റേ ദിവസം ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പ് തന്നെ മനസ്സിലുണ്ടാവണ്ടേ? എനിക്ക് ഇത് സെഷനിൽ ഇന്നലെ മനസ്സിലുണ്ട് എനിക്ക്. അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഓരോ ദിവസം ചെയ്യുന്നത് മനസ്സിലുണ്ടാവണ്ടേ? നിങ്ങൾ മറന്നു പോകുന്ന വ്യക്തിയാണ് അത് എഴുതി വെക്കണ്ടേ? ഞാൻ എഴുതി വെക്കാറില്ല, ഞാൻ ചോദിക്കാം നിങ്ങളോട്. നിങ്ങൾ മറന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ എഴുതി വെക്കേണ്ട ഒരു സ്വഭാവം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണ്ടേ? എഴുതി വെക്കലുണ്ട്. ഓക്കെ, എല്ലാ കാര്യം എഴുതേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കുക, എല്ലാവർക്കും മനസ്സിലാക്കുക. ഗോട്ട് ഇൻ ടൈപ്പ് ചെയ്യുക. എല്ലാ കാര്യം എഴുതേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യം എഴുതി കഴിഞ്ഞാൽ ആ പേജ് കംപ്ലീറ്റ് നിറഞ്ഞിട്ടുണ്ടാവും. അതിനെയാണ് ഓവർവെൽമിംഗ് എന്ന് പറയുക. ഇവിടെ ഞാൻ കണ്ടു നിങ്ങൾ ഓവർവെൽമിങ് വന്നത്. മനസ്സിലായോ? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഓവർവെൽമിങ് എന്ന് പറഞ്ഞില്ലേ? കാരണം ഒരുപാട് സാധനം എഴുതി വെച്ചാൽ നമ്മൾക്ക് അറിയില്ല എവിടെ തുടങ്ങുന്നത്. അതല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ട 3 കാര്യങ്ങൾ മാത്രം എഴുതാം. അത് ചെയ്യാൻ പറ്റും. 3 കാര്യങ്ങൾ മാത്രം. 3ന് മേലെ എഴുതരുത്. 3 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് അർജന്റ് ആയിട്ട് നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്ന 3 കാര്യം എഴുതാൻ പറ്റുമോ? അത് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? അതിനനുസരിച്ച് സ്കെഡ്യൂളിംഗ് ചെയ്യാൻ പറ്റുമോ? അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുമോ? തീർച്ചയായിട്ടും. എന്താ ചെയ്യുക? നാളെ മുതൽ എന്ത് ചെയ്യും പറയാം. അപ്പോൾ ഈ സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിങ്ങളുടെ ചോദ്യം 3 കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഒന്ന് ടൈം സ്കെഡ്യൂൾ, സ്കിൽ നമ്പർ 3 is the സ്കിൽ ആൻഡ് തേർഡ് വൺ is your personal development, പേഴ്സണൽ അപ്പിയറൻസ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്കെഡ്യൂളിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ എനിക്കിപ്പോൾ 3 കാര്യം തരാം. അതിൽ കൂടെ നിങ്ങൾ സ്കെഡ്യൂളിങ് ക്ലിയർ ആയിരിക്കണം. എന്താണ് 3 സ്റ്റെപ്പ്? നിങ്ങൾ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഞാനെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാനെല്ലാം ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇന്നും ഈ 3 സാധനം ഞാൻ ഡെയിലി ചെയ്യും. ഇതിലായിരിക്കും ഞാൻ ഫിക്സ് ചെയ്യുക. കമ്മിറ്റഡ് ആണ് എങ്കിൽ മാത്രമേ എനിക്ക് ഒരു എത്ര ദിവസം പറഞ്ഞ് 3 മാസം കൊണ്ട് 10 out of 10 കിട്ടുള്ളൂ. നിങ്ങൾ തരാം. എന്താ ചെയ്യാ? നിങ്ങൾ 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ഉള്ള സമയം കണ്ടെത്തും. ഓക്കെ, 6 hours. ഓക്കെ, നമ്പർ 2. Then അലാറം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യും. ഓക്കെ, നമ്പർ 3. നമ്പർ 3 3 കാര്യങ്ങൾ എന്നും എഴുതി വെക്കും. ചെയ്യേണ്ട നിർബന്ധം. ഒരു ദിവസം മുമ്പ് അപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുള്ളത്. ഞാൻ എഴുതാറില്ല, ഞാൻ എഴുതാറില്ല. പക്ഷേ എഴുതുന്നത് നല്ല ഇതാണ്, നല്ലൊരു ഹാബിറ്റാണ്. അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഓക്കെ, എത്ര എഴുതാ? 3 എഴുതും. 3 മാത്രം. വല്ല ക്ലാരിറ്റി കിട്ടിയപ്പോൾ നിങ്ങൾക്ക്? കിട്ടി. നമ്മൾ ഒരു ടോപ്പിക് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങൾ സ്കില്ലിനെ പറ്റി ഞാൻ സംസാരിച്ചു. അത് നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചോളൂ. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് എന്നെ സ്കില്ലിനെ കുറിച്ച് വിളിച്ചോളൂ. നമുക്ക് അതും ചെയ്യാം. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ. ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? ഹാപ്പി. എത്ര നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളെ ക്ലാരിറ്റി 0 to 10, വാട്ട് വാസ് യുവർ ക്ലാരിറ്റി വെൻ യു കെയിം ഹിയർ? എത്രയായിരുന്നു? വരുമ്പോ 3. ഇപ്പോൾ എത്ര ഉണ്ട് ക്ലാരിറ്റി? ആ ഒരു ഇത് മാത്രം സ്കെഡ്യൂളിങ്ങിന്റെ കാര്യത്തിൽ
പറ്റും എന്ന കാര്യത്തില് ഇപ്പൊ ക്ലാരിറ്റി കിട്ടി. അത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളോടാണ് കമ്മിറ്റഡ്, അല്ല എന്നോടല്ല. തീർച്ചയായും. എന്നിട്ട് യാതൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, നിങ്ങളോട് കമ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഇന്ന സെൽഫായിട്ട് കമ്മിറ്റ് ചെയ്യാൻ അത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പാർട്ട്ണറിനെ എടുക്കാം. അപ്പോൾ ഒരു പാർട്ട്ണറിനെ എടുക്കാം. ആ പാർട്ട്ണർ നിങ്ങളെ എന്നും ചോദ്യം ചെയ്യാൻ പറ്റണം. ആ ചെയ്തോ എന്നുള്ളത് ചോദ്യം ചെയ്യാൻ പറ്റണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പെനാൽറ്റി കൊടുക്കാനും നിങ്ങൾ റെഡി ആയിരിക്കണം. യെസ്. ആർ യു ഓക്കെ വിത്ത് ദാറ്റ്? എനിക്ക് പറ്റും തോന്നുന്നു. കാരണം എനിക്ക് ബ്രേക്ക് നിങ്ങൾ സോറി, നിങ്ങൾ ഹെൽപ്പ് എനിക്ക് കിട്ടിയതും വോയിസ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എനിക്ക് എത്ര വില മതിക്കാനാവാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കത് പറ്റും, ഇതിനെനിക്ക് ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ എനിക്കതിന് പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരാളെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു. കാരണം എനിക്ക് അത്രയും എന്താ പറയാ എനിക്കുള്ളതാണ് എന്ന് തോന്നി. ഞാൻ എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇങ്ങനെ ഒരു സൗജന്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം എന്ന്. കാരണം എല്ലാം ഞാൻ കാണുന്നു, അതിനനുസരിച്ച് എനിക്കിപ്പോ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കുറെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് കുറെയൊക്കെ. അതുകൊണ്ട് ഞാൻ ധൈര്യം സംഭരിച്ച് സംസാരിച്ചതാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹാപ്പി? ഹാപ്പി. Thank you very much. Next caller, please.